നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32 ബ്രസീലിൻ്റെ എതിരാളികൾ ജപ്പാനാണല്ലോ. തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 10:30 ആ കളി നടക്കുന്നത്. ജപ്പാൻ ബ്രസീലിന് അത്ര ഈസി ഓപ്പണൻസ് ആണോ? നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ജപ്പാൻ്റെ ടീമിൻ്റെ ശക്തിയും ജപ്പാനും അവരുടെ ബ്രസീലുമായിട്ടുള്ള മുൻകാല കളികളുടെ കണക്കും ഒക്കെയായിട്ട് നമ്മളൊന്ന് നോക്കുകയാണ്. തീർച്ചയായിട്ടും ഗ്രൂപ്പ് എഫിൽ നിന്ന് 2ാം സ്ഥാനക്കാരായിട്ടാണ് ജപ്പാൻ വരുന്നത്. ബ്രസീലിനെതിരെ അവർ ഏറ്റവും ഒടുവിൽ നടന്ന മത്സരം വിജയിച്ചിട്ടുമുണ്ട്. അതായത് കഴിഞ്ഞ സെപ്റ്റംബർ 9 ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിനോട് അന്ന് 2-0 അവർ തോറ്റ ശേഷം പിന്നെ ഒരു കളിയും ജപ്പാൻ തോറ്റിട്ടില്ല. ഒരു വിന്നിങ് സ്ട്രീക്ക് ഇൻക്ലൂഡിങ് ബ്രസീലിനെ അവർ തോൽപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാലോ. ആ ഒരു ഫ്രണ്ട്ലി മത്സരം കഴിഞ്ഞ നവംബറിൽ നടന്നത് 3-2 ജപ്പാൻ ജയിച്ചു കയറിയത്. അന്ന് ബ്രസീൽ ആദ്യ പകുതി 2-0 ലീഡെടുത്തിട്ട് 2ാം പകുതിയിൽ ഗോൾ 3 വാങ്ങി തോൽക്കുകയായിരുന്നു. അന്ന് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. കൊറിന്ത്യൻസ് ഗോൾ കീപ്പർ ഹ്യൂഗോ സൗസ ബ്രസീലിൻ്റെ ഗോളിയായിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക്. അതുപോലെ തന്നെ ക്രുസൈറോയുടെ ഡിഫൻഡറായിരുന്ന ഫബ്രിസിയോ ബ്രൂണോ ഇറങ്ങിയിരുന്നു, അന്ന് അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക്. അതൊക്കെ ബ്രസീലിന് തിരിച്ചടിയായി മാറിയതാണ്. ഏതായാലും വേൾഡ് കപ്പ് ക്യാമ്പയിനിൽ നെതർലൻഡ്സിനെതിരെ 2-2 സമനില പിടിച്ചു. അതിനുശേഷം ടുണീഷ്യക്കെതിരെ 4-1 വിജയം. ഏറ്റവും ഒടുവിൽ സ്വീഡനോട് 1-1 സമനില. ഇങ്ങനെയാണ് ജപ്പാൻ മുന്നോട്ട് കയറിയിരിക്കുന്നത്. ബ്രസീലാവട്ടെ വളരെ മികച്ച രൂപത്തിൽ തന്നെ ഗ്രൂപ്പ് സി കടന്നുപോയി. ആദ്യ കളി സമനിലയായെങ്കിലും അടുത്ത 2 കളിയും ഗംഭീരമായിട്ട് വിജയിച്ചു. ജപ്പാൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കുറേ ഇഞ്ചുറികൾ അവരെ ഈ പ്രിപ്പറേഷനിൽ പുറകോട്ട് വലിച്ചിട്ടുണ്ട്. അത് ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡർ, അതുപോലെ ഇവരുടെ ടീമിൻ്റെ ക്യാപ്റ്റനൊക്കെ വതാരു എൻഡോ ഇഞ്ചുറി ആയിട്ട് പുറത്തായി. അദ്ദേഹം ഒടുവിൽ സ്ക്വാഡിൽ നിന്ന് വിരമിച്ചു, ജപ്പാൻ ടീമിൽ നിന്ന് വിരമിച്ചു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആൾ കോറു മിത്തോമയാണ്, ബ്രൈറ്റൻ്റെ വളരെ മികച്ച സ്കിൽഫുൾ സ്ട്രൈക്കർ. പക്ഷേ അദ്ദേഹത്തിന് വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എത്താൻ പോലും പറ്റാത്ത രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഇവരില്ല. ഇപ്പോൾ ടക്കെഫുസോ കുബോ ബ്രസീലിനെതിരെയുള്ള കളിക്ക് ഫിറ്റാവാൻ സാധ്യത കുറവാണെന്ന റിപ്പോർട്ട് കൂടി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രധാന താരങ്ങളില്ലാതെയാണ് ജപ്പാൻ കളിക്കാൻ ഇറങ്ങുന്നത്. ബ്രസീലിൻ്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. നമുക്കറിയാലോ, വേൾഡ് കപ്പിലേക്ക് പോലും എത്താൻ പറ്റാതെ എസ്റ്റവായോ പുറത്തായതും റോഡ്രിഗോ പുറത്തായതും എതിർ മിലിറ്റാവോ പുറത്തായതും വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തൊട്ട് മുമ്പ് വെസ്ലി പുറത്തായതും. അപ്പോൾ ഓൾമോസ്റ്റ് സിമിലറാണ് ഈ സാഹചര്യങ്ങളൊക്കെ രണ്ട് ടീമിനും. പിന്നെ ഉള്ളത് വെച്ച് അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പം അവരുടെ ടോപ്പ് സ്കോർ അയാസ് ഉയേഡ, ഈ വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ, അദ്ദേഹം ഫൈനോർഡിൻ്റെ കളിക്കാരനാണ്, മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. മിഡ്ഫീൽഡിൽ അവരുടെ ലിറ്റിൽ എഞ്ചിൻ എന്ന് പറയാവുന്ന കെയ്റ്റോ നക്കാമുഴ, അദ്ദേഹം ശരിക്കും റീംസിൻ്റെ കളിക്കാരനാണ്. വേൾഡ് കപ്പിലെ 2 കളികളിൽ നിന്ന് 30 കിലോമീറ്ററിലധികം അദ്ദേഹം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജിയോൺ സുസുക്കി, പാർമയുടെ ഗോൾ കീപ്പറാണ് ആൾ. അതുപോലെ ഡിഫൻഡർ ഹിരോക്കി ഇറ്റോ, ബയൺ മ്യൂണിക്കിൻ്റെ താരമാണ്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ടക്കഫുസോ കുബോ റയൽ സോസിഡാഡിൻ്റെ കളിക്കാരനാണ്. പക്ഷേ പരിക്ക് കാരണം ബ്രസീലിനെതിരെ കളിച്ചേക്കില്ല. ചുരുക്കി പറഞ്ഞാൽ മികച്ച ടീം അവർക്കുണ്ട്, ഒരർത്ഥത്തിൽ മികച്ച ടീമുണ്ട്. ബ്രസീലിനെ വെല്ലുവിളിക്കാൻ അവർക്കാവുമോ എന്നുള്ളത് കണ്ടറിയണം. ബ്രസീലിൻ്റെ ഹൈ പ്രസിങ് ഗെയിമിനോടൊക്കെ അവർ ഏത് രൂപത്തിലായിരിക്കും പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ചോദ്യം. ബ്രസീലും ജപ്പാനും തമ്മിൽ 14 മത്സരങ്ങളാണ് ഇതുവരെ കളിച്ചത്. 14 തവണ കളിച്ചത് ബ്രസീലിനാണ് അഡ്വാൻറ്റേജ്. 11 കളികൾ ബ്രസീൽ ജയിച്ചപ്പോൾ 2 മത്സരങ്ങൾ സമനിലയായി. ജപ്പാൻ ഒരേ ഒരു വിജയമാണ് സ്വന്തമാക്കിയത്. കഴിഞ്ഞ നവംബറിൽ ഒക്ടോബറായിരുന്നു. ശരി, ഞാൻ നേരത്തെ നവംബർ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും ഒക്ടോബറിലാണ് ആ കളി നടന്നത്. അപ്പം സമീപകാലത്തെ പ്രകടനം, ഈ ഒരു ഗോളിൻ്റെ വിജയം ജപ്പാനെ സമ്മാനിക്കുന്നുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ നോക്കുമ്പോൾ ജപ്പാൻ്റെ ബ്രസീലിനെതിരെയുള്ള ഹിസ്റ്ററി അത്ര മികച്ചതല്ല. ഏറ്റവും ഒടുവിൽ വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിയപ്പോഴും അന്ന് 2006 ജപ്പാനെ തീർത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രസീൽ. റൊണാൾഡോ നസാരിയോയുടെ ഇരട്ട ഗോളുകളൊക്കെ അന്നുണ്ടായിരുന്നു. ഏതായാലും വേൾഡ് കപ്പിലേക്കുള്ള ജപ്പാൻ്റെ സ്ക്വാഡ് നോക്കുമ്പോൾ അവരുടെ 26 അംഗ സ്ക്വാഡിൽ 23 പേരും യൂറോപ്പ് കളിക്കുന്നവരാണ്. അപ്പം നമ്മൾ നോക്കണം. പിന്നെ റിസർവ് ഗോൾ കീപ്പേഴ്സും അതുപോലെ തന്നെ വെറ്ററൻ ബാക്ക് യൂട്ടോ നഗറ്റോമോവുമല്ലാത്ത ബാക്കി എല്ലാവരും യൂറോപ്പിൽ തന്നെ കളിക്കുന്നവരാണ്. വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ജയിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ളൊരു സ്ക്വാഡുണ്ട്, അത് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് എന്നാണ് പാർമയുടെ സ്റ്റാർട്ടിംഗ് ഗോൾ കീപ്പർ കൂടിയായിട്ടുള്ള ജിയോൺ സുസുക്കി പറയുന്നത്. പക്ഷേ മികച്ച പ്രകടനം നടത്തുകയാണ് വേണ്ടത്. പിന്നെ അവരുടെ ഡിഫൻസ്
തീർച്ചയായിട്ടും 5 ഡിഫൻഡേഴ്സ് ഉൾപ്പെടുന്ന മികച്ച ഡിഫൻസാണ്. ബായൺ മ്യൂണിക്കിൻ്റെ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ ഹിറോക്കി ഇറ്റോ ആണ് അവരുടെ പ്രധാന താരം. പിന്നെ ദി മിഡ്ഫീൽഡ് ഫീച്ചേഴ്സ് ഡിയാച്ചി കമാഡ, ക്രിസ്റ്റൽ പാലസിൻ്റെ താരം. ഇത് എതിരാളികൾക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കോമ്പിനേഷനായിട്ട് അവർ ഉപയോഗപ്പെടുത്താൻ സാധ്യത ആവോ തനാക്കയെ കൂടി ചേർത്തുകൊണ്ട് ലീഡ്സ് യുണൈറ്റഡിൻ്റെ താരമാണ്. പിന്നെ അറ്റാക്കിങ്ങിൽ ടക്കെഫുസ കുബോയെ എന്തായാലും മിസ് ചെയ്യുന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് റിറ്റ്സു ഡോയനും പിന്നെ ഐസെ ഉയേഡയും, അത് റിറ്റ്സു ഡോയൻ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൻ്റെ താരമാണ്, ഐഎസ് ഉയേഡ ഫെനൂർദിൻ്റെ താരമാണ്. സോ മികച്ച താരങ്ങൾ അവർക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ഏത് രൂപത്തിലുള്ള പെർഫോമൻസ് അവർ പുറത്തെടുക്കുമെന്നുള്ളതാണ് ഇനി കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല, അവരുടെ വിങ്ങർമാർക്ക് വേഗത കുറവാണ്. അത് ബ്രസീലിനെ പോലെ ഒരു ടീം അത് ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ബ്രസീലിനെ വെല്ലുവിളിക്കാനും ഫൈറ്റ് ചെയ്യാനും ഒക്കെയുള്ള കപ്പാസിറ്റി തീർച്ചയായിട്ടും ജപ്പാനുണ്ട്. നല്ലൊരു പോരാട്ടം നമുക്ക് കാണാൻ പറ്റുമെന്ന പ്രതീക്ഷ കാത്തിരിക്കാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.